ദേവസേനയ്ക്ക് മാത്രമായി സ്വതന്ത്രമായ ക്ഷേത്രങ്ങളില്ല. മകളാണ് ദേവസേന. സേനാപതി എന്ന അർത്ഥത്തിലും മുരുകനെ ദേവസേനാപതി എന്ന് വിളിക്കുന്നു. ഐരാവതം വളർത്തിയതിനാൽ ദേവയാനി എന്ന പേരിലും ദേവി അറിയപ്പെടുന്നുണ്ട്. ദേവന്മാരുടെയും ഋഷികളുടെയും ഘോഷയാത്രയാൽ ബഹുമാനിക്കപ്പെടുന്നതായും സംഘ സാഹിത്യത്തിലെ തിരുമുരുകാട്ടുപട വിവരിക്കുന്നു. കാർത്തികേയന്റെ ഇടതു തുടയിൽ ദേവയാനി ഇരിക്കുന്നു. ദേവന്റെ ഒരു കൈ ദേവിയുടെ അരയിൽ പിടിക്കുന്നു. തിരുപ്പരംകുன்றത്തിൽ നിലവിലുണ്ട്. പല ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലും മുരുകനെ ഒരു ഭാര്യയുമായി മാത്രം ചിത്രീകരിക്കുമ്പോൾ ദേവയാനിക്ക് പകരം വള്ളിയാണ് ചിത്രീകരിക്കുന്നത്. ദേവസേനയ്ക്ക് മാത്രമായി സ്വതന്ത്രമായ ക്ഷേത്രങ്ങളില്ല. ദേവസേനയെ കാർത്തികേയനോടൊപ്പമാണ് പൊതുവെ ചിത്രീകരിക്കുന്നത്. ആരാണ് ദേവസേന എന്ന് ഇനി പറയാം. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെയും ശചി ദേവിയുടെയും മകളാണ് ദേവസേന. ദേവന്മാരുടെ സൈന്യാധിപനായ സുബ്രഹ്മണ്യനുമായി ഇന്ദ്രൻ തന്റെ മകളുടെ വിവാഹം നടത്തി. ദേവസേനയുടെ പതി അഥവാ ഭർത്താവ് എന്ന അർത്ഥത്തിലും ദേവന്മാരുടെ സേനാപതി എന്ന അർത്ഥത്തിലും മുരുകനെ ദേവസേനാപതി എന്ന് വിളിക്കുന്നു. ദേവസേനയും കാർത്തികേയനും വിവാഹം കഴിച്ച സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുപ്പരംകുന്றம் മുരുകൻ ക്ഷേത്രത്തിൽ ദേവസേനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ദ്രന്റെ ആനയായ ഐരാവതം വളർത്തിയതിനാൽ ദേവയാനി എന്ന പേരിലും ദേവി അറിയപ്പെടുന്നുണ്ട്. മുരുകനെ ഭാര്യ ദേവസേന അനുഗമിക്കുന്നതായും ദേവന്മാരുടെയും ഋഷികളുടെയും ഘോഷയാത്രയാൽ ബഹുമാനിക്കപ്പെടുന്നതായും സംഘ സാഹിത്യത്തിലെ തിരുമുരുകാട്ടുപട വിവരിക്കുന്നു. 6 തലയും 12 കൈയുമുള്ള കാർത്തികേയന്റെ ഇടതു തുടയിൽ ദേവയാനി ഇരിക്കുന്നു. ദേവന്റെ ഒരു കൈ ദേവിയുടെ അരയിൽ പിടിക്കുന്നു. ഇവരുടെ നിരവധി ചിത്രീകരണങ്ങൾ അവരുടെ വിവാഹ സ്ഥലമായ തിരുപ്പരംകുன்றത്തിൽ നിലവിലുണ്ട്. പല ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലും മുരുകനെ ഒരു ഭാര്യയുമായി മാത്രം ചിത്രീകരിക്കുമ്പോൾ ദേവയാനിക്ക് പകരം വള്ളിയാണ് ചിത്രീകരിക്കുന്നത്. ദേവയാനിയുടെ നിറം മഞ്ഞയാണ്. കിരീടം, കമ്മലുകൾ, മാലകൾ, ആഭരണങ്ങൾ എന്നിവയാൽ അലങ്കരിച്ച രീതിയിൽ ദേവിയെ പലപ്പോഴും ചിത്രീകരിക്കുന്നു. പരമ്പരാഗത സാരി ധരിച്ച ദേവി 2 കൈകളിൽ ഇടതുകൈയിൽ ഒരു താമര പിടിക്കുന്നു. വലതുകൈ താഴേക്ക് തൂക്കിയിടുന്നു. 2 ഭാര്യമാരുടെ സാന്നിധ്യം ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമെന്ന നിലയിൽ മുരുകന്റെ ഇരട്ട സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗീയ ഭാര്യയായ ദേവസേനയെ പരമ്പരാഗത രീതിയിലാണ് വിവാഹം കഴിക്കുന്നത്. ഭൂമിയിലെ വള്ളിയെ മുരുകൻ പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. ദേവസേന, വള്ളി, മുരുകൻ എന്നിവരെ ശിവന്റെ 3 കണ്ണുകളായി കണക്കാക്കുന്നു. ദേവസേനയും വള്ളിയും യഥാക്രമം ക്രിയാശക്തി, ഇച്ഛാശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുമ്പോൾ കാർത്തികേയൻ 3ാം കണ്ണ് ആധ്യാത്മിക പ്രതീകമായ ജ്ഞാന. തമിഴ് സാഹിത്യത്തിൽ പരമ്പരാഗത രീതിയിൽ വിവാഹശേഷമുള്ളതും ദേവസേന വിവാഹത്തിനു മുമ്പുള്ളതുമായ വള്ളി 2 തരത്തിലുള്ള പ്രണയത്തെ പരാമർശിക്കുന്നു. പവിത്രതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് ദേവസേന. ഗുണങ്ങളുടെ തൃത്വത്തിൽ കാർത്തികേയന് ഏറ്റവും ശ്രേഷ്ഠമായ സത്വഗുണവും ദേവസേനയ്ക്ക് മധ്യഗുണമായ രജോഗുണവും വള്ളിക്ക് തമോഗുണവും ചാർത്തുന്നു. തിന്മക്കെതിരായ അചഞ്ചലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ പോരാട്ടം കണക്കിലെടുത്ത് സദ്ഗുണമുള്ള ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഒരു രൂപമാണ് ദേവസേന. തിരുപ്പരംകുന്றம் മുരുകൻ ക്ഷേത്രത്തിൽ മുരുകനെയും ദേവയാനിയെയും ആരാധിക്കുന്നു. ഭാര്യയായ ദേവസേനയോട് ചേർന്നിരിക്കുന്ന മുരുകനെ ഇവിടുത്തെ ഒരു ഉത്സവ പ്രതിഷ്ഠയിൽ ചിത്രീകരിക്കുന്നു. ഈ ദമ്പതികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ആദ്യകാല ക്ഷേത്രങ്ങളിലൊന്നാണ് യാനമലയിലെ ലതംകോവിൽ ക്ഷേത്രം.